الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وجعلنا النهار معاشا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവും സദാസമയം നമ്മെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു നബഇന്റെ തുടക്കത്തിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള 10 അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിൽ അലം നജഅലിൽ അർദ മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത എന്ന് തുടങ്ങിയിട്ട് ഭൂമിയെ, പർവ്വതങ്ങളെ, അതുപോലെ തന്നെ നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു, നിങ്ങൾക്ക് വിശ്രമത്തിന് ഞാൻ ഉറക്കം നൽകി, അതുപോലെ തന്നെ രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി, പകലിനെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഉപജീവനം, ജീവിത സന്ധാരണ മാർഗത്തിനുള്ള ഇടമാക്കി, അവസരമാക്കി മാറ്റി എന്ന് സൂറത്തു നബഇലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു മാത്രമായി നമുക്ക് സംവിധാനിച്ചു തന്ന കുറെ അനുഗ്രഹങ്ങളെ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും എടുത്തു കൊടുക്കുമ്പോൾ, രാവിന്റെയും പകലിന്റെയും ഗതിവിഗതികളെക്കുറിച്ച് പറയുമ്പോൾ, മാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നക്ഷത്രങ്ങളെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, സൂര്യനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, വലിതബ്തഗൂ ഫദ്ലം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഫദ്ല് നിങ്ങൾ തേടാൻ വേണ്ടി എന്ന് ഖുർആൻ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ ജുമുഅ ദിനത്തിൽ പള്ളിയിലേക്ക് ഇമാമ് ഖതീബ് മിമ്പറിൽ കയറും മുമ്പ് നിങ്ങൾ എത്തിച്ചേരുകയും ജുമുഅ കഴിഞ്ഞ് നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട അള്ളാഹു സംവിധാനിച്ച ഫദ്ല്, നിങ്ങൾക്ക് വേണ്ട റിസ്ഖ് നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അള്ളാഹു പകലിനെ നമുക്ക് വെറും വരുമാന മാർഗത്തിന് വേണ്ടി, ദുനിയാവിന്റെ ജോലിയും റിസ്ഖും തേടാൻ വേണ്ടി മാത്രമാക്കിയിട്ടില്ല. രാത്രിയും പകലുകളൊക്കെ നമുക്ക് ജോലിയെടുക്കാമെങ്കിൽ പോലും ജോലിയല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം, തൊഴിലല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം. നമുക്ക് ഹലാലായ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ പറ്റുന്ന, ദീനീ മാർഗത്തിൽ നമുക്ക് ഖിദ്മത്ത് നിർവഹിക്കാൻ പറ്റുന്ന, പടച്ചറബിന്റെ മാർഗത്തിലും പടച്ചറബിന്റെ അടിമകൾക്ക് കരുണ ചൊരിയാൻ വേണ്ടിയുമൊക്കെ നമുക്ക് സമ്പാദിച്ചുകൊണ്ട് ചിലവഴിക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തമസ്കരിച്ചുകൊണ്ടൊരു അധ്വാനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വളരെ കൊച്ചുനാൾ മുതൽക്കേ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു കാര്യമാണ്, പഠിക്കണം, നന്നായി പഠിച്ചു വളർന്ന് നല്ല ജോലി നേടണം, എന്നിട്ട് അതിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ഇന്ന കാര്യങ്ങൾ നിർവഹിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം കാണുന്നതുകൊണ്ട് ഒരിക്കലും തടസ്സമില്ല. നല്ല സ്വപ്നങ്ങൾ, ഡിസയർ ഏതൊരു വിജയത്തിന്റെയും ഒന്നാമത്തെ പാർട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുക,
പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കുക എന്നതൊക്കെ. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള അധ്വാനമാണ്, പരിശ്രമമാണ്. ദുനിയാവ് തേടാൻ പറയുന്ന പ്രയോഗങ്ങളല്ല സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പ്രയോഗിച്ചത്. അവിടെ സാബിഖു, സാരിഉ, വഫിറു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ അതിശീഘ്രം കുതിക്കാൻ വേണ്ടിയാണ്, മത്സരിക്കാൻ വേണ്ടിയാണ്, ആലസ്യത്തോടെ നീങ്ങാനല്ല. മത്സരിച്ച് മുൻകടന്ന് ഒന്നാമനാകണമെന്നതാണ് ദീനിന്റെ കാര്യത്തിൽ, പരലോകത്തിന്റെ കാര്യത്തിൽ അല്ലാഹു പറയുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തൊഴിലാളികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന കൊല്ലത്തിലെ ഒരു ദിവസമാണ് മെയ് 1 എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം, എനിക്കൊരു തൊഴിൽ വേണം, പക്ഷെ ആ തൊഴിലല്ല എന്റെ പ്രധാന ലക്ഷ്യം, സ്വർഗമാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിന് തടസ്സമാകുന്ന ഒരു തൊഴിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാടുള്ളതല്ല. ഒരുപക്ഷെ പ്രൊഫഷനെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും മുൻകാലത്തെക്കാളും നല്ല ഗൈഡ് ലൈനുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. കുട്ടികൾ സ്വമേധയാൽ പഠിക്കണമെന്നും നല്ല പ്രൊഫഷൻ നേടിയെടുക്കണമെന്നും അവർ തന്നെ സ്വമേധയാൽ ഡിസിഷൻ എടുത്തുകൊണ്ട് ഓരോ ഏരിയകളിലേക്ക് തിരിയുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അവിടെ പലരും ലക്ഷ്യം വെക്കുന്നത് കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ ലാഭം, ചുരുങ്ങിയ വർക്ക് ടൈമിൽ വലിയ സാലറി, ഇതൊക്കെയാണ് പലപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തനിക്ക് ഹലാലായതാണോ, അവിടെ ഇസ്ലാമിക വേഷം ധരിക്കാൻ പറ്റുമോ, ഇതര ആൺ പെൺ പുരുഷ സ്ത്രീ സങ്കലനം ഉണ്ടാകുന്ന വിഷയങ്ങൾ ഫിത്നക്കുള്ള ഇടമാകുമോ, ഹറാമായിട്ടുള്ള പലിശയും മറ്റു കാര്യങ്ങളൊക്കെ ഈ തൊഴിലിൽ, ഈ വരുമാനത്തിൽ കടന്നുകൂടുമോ എന്നിത്യാദി കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് പലപ്പോഴും ജോബിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും വെക്കാറുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അവസാന കാലമാകുമ്പോൾ എന്റെ ഉമ്മത്തിലെ ആളുകൾ അവര് ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുന്നൊരവസ്ഥയുണ്ടാകുമെന്നാണ്. സ്വഹാബത്താകട്ടെ നമ്മുടെ കണ്ണിലെ ഒരു കുറുമ്പ്, കണ്ണിൽ വീഴുന്ന ഒരു കുറുമ്പിനെ, കണ്ണിലെ കരടിനെ നമ്മൾ എത്ര ചെറുതായിട്ടാണ് കാണുന്നത്, അത്ര ചെറുതായിട്ട് നമ്മൾ കാണുന്ന വിഷയങ്ങളെ സ്വഹാബത്ത് വൻ പാപങ്ങളായിട്ട് കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ വൻ പാപങ്ങളായി, അതായത് ചെറിയ ഒരു നെഗറ്റീവ് പോലും, ചെറിയൊരു തെറ്റുകൾ പോലും വൻ പാപങ്ങളായിട്ട് കണ്ടുപോകുന്ന നമ്മുടെ മുൻഗാമികളുടെ അവിടെ നിങ്ങോട്ട് കാലം മുന്നോട്ട് സഞ്ചരിക്കും തോറും ഹറാമുകൾക്ക് ഒരു ഗൗരവം കുറയുകയും അതിനെയെല്ലാം ഒരു നോർമലൈസ് ചെയ്യുകയും അതൊക്കെ ജനറലൈസ് ആയിട്ട് അത് ആരും ചെയ്യാത്ത, ആരാപ്പതൊക്കെ ചെയ്യാത്തതുള്ളത്, ആരാപ്പ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടാത്തത്, ആരാപ്പ ഇങ്ങനെയൊക്കെ മുടിവെട്ടാത്തത്, ആരാണിപ്പോ ഇതൊന്നും വാങ്ങാത്തത്, ഇതൊന്നും കഴിക്കാത്തത്, അവിടെ നിന്നും പോകാത്തത് എന്ന ഒരു സാമാന്യവൽക്കരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജാഗ്രത കാണിക്കേണ്ട വിഷയമാണ്. നമ്മുടെ തൊഴിൽ അത് ഹലാലായിരിക്കുക എന്നത് നാം എപ്പോഴും നിർബന്ധം പിടിക്കേണ്ട കാര്യമാണ്. കാരണം തൊഴിലിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് നാം പ്രധാനമായിട്ട് ചെയ്യുന്നത് തിന്നുക, കുടിക്കുക, നമ്മുടെ മക്കളെ തീറ്റിക്കുക എന്നുള്ളതാണ്. അവിടെ അല്ലാഹ് നമ്മളോട് പറഞ്ഞത് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലും ത്വയ്യിബുമായതല്ലാതെ തിന്നുകൂടാ എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നത് തീറ്റയല്ല സാമ്പത്തിക സ്വരൂപണത്തിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ അതിലൂടെ വേറെയും കുറെ കാര്യങ്ങൾ നടക്കുമെങ്കിലും തീറ്റയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ തിന്നുക, തിന്നരുത് എന്നൊക്കെ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹറാമായ സമ്പാദ്യം അത് നമ്മൾ തിന്നുകഴിഞ്ഞാൽ വളരെ ഗൗരവമാണ്. കാരണം അത് നമ്മുടെ ശരീരത്തിൽ മജ്ജയായി, മാംസമായി, പേശികളായി, രക്തമായി അത് മാറുകയാണ്. നാം ഒരു ഹറാമായ ഒരു ഭക്ഷണം എവിടെന്നെങ്കിലും മോഷ്ടിച്ച് കഴിക്കുകയാണെങ്കിൽ ആ കഴിച്ച ഫുഡ് പിന്നെ നമ്മുടെ ശരീരത്തിന്റെ നാനാഭാഗത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹറാമായി സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ഭക്ഷിക്കുന്നവർ, അത് ഭുജിക്കുന്നവർക്ക് ആ ബോഡിക്ക് ഏറ്റവും അർഹമായത് നരകം മാത്രമാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷിക്കുന്നത് അത് ഹലാലായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മളെ പിഞ്ചുമക്കളെ അവരെ നമ്മൾ തീയിലെറിയുമോ, അവരുടെ അണ്ണാക്കിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുമോ? ഇല്ലെങ്കിൽ അവർക്കൊരു ചെറിയ അപകടം സംഭവിച്ചാൽ നമ്മൾ ഓടിയെടുക്കുമെങ്കിൽ അത്രയധികം നമ്മൾ സ്നേഹിക്കുന്ന ആ കുഞ്ഞുമക്കളുടെ ആ കുഞ്ഞു ചുണ്ടുകൾക്കിടയിലൂടെ ആ കുഞ്ഞു നാവിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കുന്ന ഉരുള അത് ഹലാലായിരിക്കണമെന്നത് 100% നമുക്ക് കണിശത ഉണ്ടാവുക എന്നത് വളരെ നിർബന്ധമാണ്. മാത്രവുമല്ല ഹലാല് ഭുജിച്ച് ജീവിച്ചവരിൽ നിന്ന് മതപരമായിട്ടുള്ള പ്രതികരണങ്ങളും ശീലങ്ങളുമെല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ഹലാല് ഊട്ടിയിട്ടാണ് നമ്മൾ വളർത്തിയതെങ്കിൽ ആ മക്കളിൽ നിന്നേ നമുക്ക് നന്മ പ്രതീക്ഷിക്കാവൂ എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലർക്കും ഇൻഫീരിറ്റി
ഗിൽട്ടി കോംപ്ലക്സ് ആണ്. എന്റെ ജോലി ഇന്നതായി പോയല്ലോ, മറ്റുള്ളവർക്കൊക്കെ അതാണല്ലോ ജോലി. നമ്മൾ നോക്കേണ്ടത് നാം ഹലാലായി അധ്വാനിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നു വേണ്ട, ജീവിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ ചിലപ്പോ ഇപ്പോ ചില്ലറ കാശ് നമ്മുടെ കയ്യിൽ വരുമ്പോ വൈകുന്നേരം കടയിൽ നിന്നിട്ടും പമ്പിൽ നിന്നിട്ടും പലയിടത്ത് നിന്നിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടും ചില്ലറ കാശ് നമ്മുടെ കയ്യിൽ വരുമ്പോ ഇനി പഠിക്കുന്നു വേണ്ട, ചില്ലറ കാശുണ്ടാക്കിയാൽ മതി എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ വലിയ ഭാരം നമ്മുടെ മുതുകിൽ സമൂഹം ഏൽപ്പിക്കുമ്പോൾ, കുടുംബം നമ്മുടെ മുതുകിൽ വെക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാവുക യഥാർത്ഥത്തിൽ ആ ചില്ലറ പോരാ ഒരു കുടുംബം പോറ്റാൻ എന്ന കാര്യം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നൊരിക്കലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചിന്തിക്കരുത് എന്നതാണ്. ഏറ്റവും നല്ല നിലക്ക് ഏറ്റവും ഉന്നതിയിലെത്തണമെന്ന നല്ല സ്വപ്നം തന്നെയാണ് നമ്മൾ വെക്കേണ്ടത്. ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്. നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളെ നീ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നീ ഇറങ്ങിപ്പുറപ്പെടുകയും നീ പടച്ച റബ്ബിനോട് സഹായം തേടുകയും ചെയ്യണം. നിനക്ക് വല്ലതും കിട്ടിയാൽ നീ പടച്ച റബ്ബിന് സ്തുതി അർപ്പിക്കണം. നിനക്ക് വല്ലതും മിസ്സായി കഴിഞ്ഞാൽ നീ പടച്ച റബ്ബിൽ തവക്കുലാക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളൊരാള് മരം വെട്ടി വിറകുണ്ടാക്കി കൊണ്ടുവന്ന് അത് വിറ്റ് കാശാക്കി വിയർത്തൊഴുകി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന സമ്പത്ത്, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സമ്പത്ത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാൾ തന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് സമ്പാദിച്ച് അതുകൊണ്ട് ഭക്ഷിക്കുന്നതാണ് ഒരാൾ തിന്നുന്ന ഏറ്റവും നല്ല ഫുഡ് എന്നാ. പലിശയും ഹറാമും കള്ളക്കടത്തും അതുപോലെ തന്നെയുള്ള പലതരത്തിലുള്ള മാർക്കറ്റിങ്ങളിലൂടെ വലിയ സമ്പാദ്യമുണ്ടാക്കിയിട്ട് സുഖലോലുപ ജീവിതം നയിക്കുന്നത് സുഖമല്ലെന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അധ്വാനിക്കാൻ ശേഷിയുണ്ടായിരിക്കെ യാചിക്കാതിരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ടല്ലാതെ ഭക്ഷിക്കുമായിരുന്നില്ല എന്നാണ്. പലപ്പോഴും ആളുകൾ തനിക്ക് അർഹതപ്പെട്ടതാണോ അർഹതപ്പെടാത്തതാണോ ഇതൊന്നും നോക്കാതെ കിട്ടുന്നുണ്ട് എന്ന് കേട്ടാൽ സഞ്ജീവമായിട്ട് ഓടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സക്കാത്തുൽ ഫിത്ർ നമ്മൾ ഓരോ മെമ്പർക്ക് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് കാശ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ആ കാശ് കൊണ്ട് അരി വാങ്ങിയിട്ട് ആ അരി ഈ ഇരിക്കുന്ന എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. ഇവിടെ അങ്ങനെയാണെന്നല്ല, അങ്ങനെ പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് ആർക്കുള്ളതാണ്? അത് മിസ്കീനുകൾക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. ഈദിന്റെ ദിവസം പാവങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ പടച്ചിറപ്പ് വെച്ച സംവിധാനമാണ്, നമുക്കുള്ളതല്ല അത്. നമ്മുടെ കൂട്ടത്തിൽ മിസ്കീനുകളുണ്ടോ അവർക്കുള്ളതാണത്. പക്ഷെ പലപ്പോഴും ചെയ്യാറുള്ളത് കടയിൽ പോയിട്ട് ക്യാഷ് കൊടുത്ത് അരി വാങ്ങുന്ന പോലെ കാശ് കൊടുത്തിട്ട് ആ അരി മൊത്തം വീട്ടിലേക്ക് എത്തിച്ചിട്ട് ഇത് സക്കാത്തുൽ ഫിത്റിന്റെ അരിയാണ്, ബർക്കത്തുള്ള അരി എന്ന് പറഞ്ഞത് നിന്നാണ്. അത് മിസ്കീനുകൾക്കുള്ളതാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് പല രേഖകൾ ഉണ്ടാക്കിയിട്ട് പല കള്ളരേഖകൾ ചമച്ചിട്ട് മറ്റുള്ളവരുടെ പാവങ്ങളുടെ അവകാശങ്ങൾ നമ്മുടെ കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥ, അതും ഒരു പ്രൊഫഷണൽ ബെഗ്ഗിംഗ് ആണ്. മറ്റുള്ളത് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് കൈനീട്ടും, ഇത് ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ പലതരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് സൂത്രപ്പണികൾ ഒപ്പിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് അർഹതപ്പെടാത്തത് നമ്മൾ യാചിച്ചു വാങ്ങുന്നത്. സുഹൃത്തുക്കളെ, പരലോകത്ത് മുഖത്ത് മാംസമില്ലാതെ ചില ആളുകൾ കടന്നു വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, യാചന ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എന്താണ്, ഈ അർഹതയില്ലാത്ത പലരും യാചിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് അർഹതപ്പെട്ട ആളുകൾക്കും കൊടുക്കാത്തൊരു സാഹചര്യം പലപ്പോഴുമുണ്ട്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി ഓടിക്കരുത്, അവനെ നീ ഒരിക്കലും ഒഴിവാക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നു, ട്രെയിനിലെത്തുമ്പോൾ അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ കുഴഞ്ഞ് അയാളുടെ പ്ലാറ്റ്ഫോമിലൂടെ എഴഞ്ഞു നടക്കുകയാണ്. ആ ആളുകളിൽ നിന്ന് കാശൊക്കെ വാങ്ങിയിട്ട് മൂപ്പര് കൂടായിട്ട് ഇറങ്ങിപ്പോയി. ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് അർഹരായ ആളുകൾക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അത് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു മഹല്ലിൽ ഒരാൾക്കും യാചിക്കേണ്ടി വരുന്നില്ല. ഇവിടെ വീട് നിർമ്മിക്കാൻ കഴിയാത്ത പാവങ്ങളുണ്ടെങ്കിൽ അത് നാം അറിയണം, ഇവിടെ രോഗികളുണ്ടെങ്കിൽ അത് നാം അറിയണം, ഇവിടെ വിശക്കുന്നവരുണ്ടെങ്കിൽ അത് നാം അറിയണം. ആ ഭാരിച്ച ചുമതലയാണ് മഹല്ലിന്റെ ഭാരിച്ച ചുമതല എന്ന് പറയുന്നത്. നാളെ പടച്ചറബിന്റെ ചോദ്യമാണ്, ചോദ്യമാണ്. നിങ്ങൾ എല്ലാവരും ഭരണീയരാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളോട്
വിളിച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങളുടെ ഭരണപ്രദേശത്ത്, നിങ്ങളുടെ അധികാരത്തിന്റെ വൃഷ്ടിപ്രദേശത്ത് ഇന്ന പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദ്യം നമുക്ക് നേരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് യാചിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ ഇസ്ലാം അത്രയും നമ്മളോട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന, പടച്ചോന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ സമ്പാദിക്കുക ഒരു പുണ്യമാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു സ്വതക്കയാണ്. നമ്മൾ നേരം വെളുത്ത് ജോലിക്ക് പോകുമ്പോൾ പടച്ചോനെ എന്റെ ഒരു വിധി എന്നല്ല വിചാരിക്കേണ്ടത്. വീട്ടിലെ അടുക്കള പണിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ലേ, പഠനത്തിന്റെ കാര്യത്തിന് കെട്ടിച്ചതുകൊണ്ടല്ലേ, എനിക്ക് 4 കുട്ടികളുണ്ടായതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ സഹോദരന്മാരെ, ജോലി ഉണ്ടായാൽ കുട്ടി ഉണ്ടാവോ? പൈസ ഉള്ളതുകൊണ്ട് കുട്ടി ഉണ്ടാവോ? 18 കൊല്ലം കല്യാണം കഴിഞ്ഞ് 18 കൊല്ലമായിട്ടും കുട്ടിയില്ലാതെ കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ കേന്ദ്രങ്ങളിലൂടെയും നടന്ന് ക്ഷീണിച്ചവശരായിരിക്കുന്ന ദമ്പതികൾ ഇവിടെ ഉണ്ട്. പണമുണ്ടായിട്ട് എന്ത് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത്. വലിയ ഡെസിഗ്നേഷൻ ഉണ്ടായിട്ട് എന്ത് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത്. മക്കൾ ഉള്ളതുകൊണ്ടാണ് നമുക്കതിന്റെ വാല്യൂ മനസ്സിലാകാത്തത്. അത് വലിയ പ്രിവിലേജാണ്. ഒരു ഉമ്മയാവുക എന്നതിനേക്കാൾ വലുതല്ല ഒരു ഡോക്ടറാവുക, ഒരു എഞ്ചിനീയർ ആവുക എന്നത്. മറിച്ച് നാളെയുടെ സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും അധ്യാപകനായാലും ആരായാലും ഒരു അമ്മയായിരിക്കുക എന്നത്, ഒരു ഉമ്മയായിരിക്കുക എന്നുള്ളത് നെഗറ്റീവ് അല്ല. അതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ പെട്ടുപോയല്ലോ എന്ന് വിചാരിക്കേണ്ട. വീട്ടിലെ ജോലി ചെയ്യുന്നത് സ്വതഹയാണ്, ഹിദ്മത്താണ്, ദീനിന്റെ മാർഗത്തിലാണ്. നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കളെ, മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അത് അള്ളാന്റെ മാർഗത്തിൽ വലിയൊരു പരിശ്രമമാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. സ്വതഹയാണ്. നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള വെക്കുമ്പോൾ സ്വതഹയാണ്. മക്കൾക്ക് കൊടുക്കുന്നത് സ്വതക്കയാണ്. അപ്പോൾ ആ നീയത്തിൽ നമ്മൾ കൈക്കോട്ടും കൊണ്ട് പാടത്തേക്ക് ഇറങ്ങിയാൽ ആ അധ്വാനം ഓരോ കൊത്തും ഫീ സബീലില്ല. ഓട്ടോ എടുത്തിറങ്ങുമ്പോൾ പെയിന്റിങ്ങിന് ഉയരങ്ങളിൽ കെട്ടിയിട്ട് ഹൈറ്റിൽ നിന്നിട്ട് തൂങ്ങിക്കിടന്ന് പെയിന്റ് അടിക്കുമ്പോൾ എന്റെ കുടുംബത്തെ പടച്ചിറബിനെ ഏൽപ്പിച്ച ചുമതലയാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ആ ഒരു ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടെങ്കിൽ ഫീ സബീലില്ല. ഈ ഖിദ്മത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഒരു വിശ്വാസിന്റെ ഒരു ഭാഗവും സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോണില്ലല്ലോ. നമ്മുടെ ജോലിയാകട്ടെ, നമ്മുടെ വിശ്രമമാകട്ടെ, നമ്മുടെ പ്രയാസങ്ങളാകട്ടെ, നമ്മുടെ സന്തോഷങ്ങളാകട്ടെ, ഇതിലൊക്കെ നല്ല അറിവും കാഴ്ചപ്പാടും നീയത്തുമുള്ളവന് അതൊക്കെ പൊന്നാക്കാൻ പറ്റും. ഏത് നിമിഷവും നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലക്ക് നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അതോടൊപ്പം പ്രവാചകന്മാരൊക്കെയും അവരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃഷി ചെയ്തിരുന്നു, ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം തുന്നൽ നടത്തിയിരുന്നു, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പ് കൊണ്ട് ആയുധങ്ങളും മറ്റ് സംഗതികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു, കവചങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് പടച്ചട്ടയും മറ്റെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുന്നത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയതും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ മേച്ചതും, കച്ചവടം നടത്തിയിട്ട് അദ്ദേഹത്തിലൂടെ അള്ളാഹു ബറക്കത്തിറക്കിയതുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു അഭിമാനബോധത്തോടുകൂടെ നമ്മുടെ തൊഴിലിനെ കാണാനും മടിയും ആലസ്യവുമില്ലാതെ ഉത്തരവാദിത്വം നിർവഹിക്കാനും നമുക്കെല്ലാവർക്കും പറ്റണം. അങ്ങനെ ഒരു ജനറേഷൻ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അവർക്ക് കംഫർട്ട് സോണിലിരിക്കണം, അവർക്ക് അധ്വാനിക്കാൻ വയ്യ, കഷ്ടപ്പെടാൻ വയ്യ. അവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്താനുള്ള വഴി എന്താണോ അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മറ്റു പല തോന്നിയാസങ്ങൾ ചെയ്തിട്ടും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. മടിയന്മാരായി മാറാതെ അധ്വാനിച്ച് കാശുണ്ടാക്കാനും ആ രംഗത്ത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുവാനും നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബറക്കത്ത് എന്നൊരു പദം ഇസ്ലാമിൽ പലപ്പോഴും നമ്മൾ കേട്ട കാര്യമാണ്. അൽ ബറക്കത്തു മിനല്ലാഹ്. ബർക്കത്ത് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അസിയാദ അന്നുമുവ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വളർച്ച, വർധനവ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് കാഴ്ചക്ക് കുറവേ ഉള്ളൂ എങ്കിൽ പോലും അതിൽ അള്ളാഹു ബർക്കത്ത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ധാരാളം നമുക്ക് ഉപകാരം നടക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ലഭിക്കാൻ പടച്ചറബിന്റെ നിർദ്ദേശങ്ങൾ എല്ലാ രംഗത്തും പാലിക്കുക എന്നുള്ളതാണ്. എവിടെ ഹറാമ് കലർന്നുവോ അതോടുകൂടെ ആ ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹലാലിനു വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഹലാലാണല്ലോ ഈ ബന്ധം, ഹലാലാണല്ലോ ഈ സമ്പാദ്യം, ഹലാലാണല്ലോ എന്റെ വീട്, ഹലാലാണല്ലോ ഞാനൊരു 6000 റുപ്യ കൊടുത്ത് അല്ലെങ്കിൽ 7000 റുപ്യ കൊടുത്ത് വാങ്ങിയ സൈക്കിള്, ഇതൊരു ഹലാലാണല്ലോ. വലിയ വണ്ടിയൊന്നും ഇല്ലെങ്കിലും ഈ സൈക്കിള് അതൊരു ഹലാലാണല്ലോ എന്ന ഒരു ആശ്വാസം സുഹൃത്തുക്കളെ ജീവിതത്തിൽ എന്നും നമുക്ക് വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് കൈകാര്യം ചെയ്യാമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിലാളികൾ പാലിക്കേണ്ട ഒരുപാട് അദബുകളുണ്ട്. അത് നമ്മൾ വിശദമായി പഠിക്കാൻ പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊഴിലാളികളോട് നമ്മൾ സമീപിക്കേണ്ട സമീപനം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇദസ്തഅജർത അജീറൻ ഫഅലിംഹു അജ്റഹു. ഒരാളെ ജോലിക്ക് വിളിച്ചാൽ അവന്റെ കൂലി ഇത്രയാണെന്ന് അവനോട് നിശ്ചയിച്ചു കൊടുത്തിട്ട് വേണം അയാളെ ജോലി ചെയ്യിക്കാനുള്ള. ഇന്ന ജോലിയാണ്, ഇത്ര കൂലിയാണ് എന്ന് അയാൾക്ക് കൃത്യമായ ഒരു വ്യക്തത വരുത്തിയിട്ട് വേണം ജോലി എടുപ്പിക്കാൻ. ഒരുപാട് ജോലി എടുപ്പിച്ച് കുറച്ച് കൂലി കൊടുക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അയാൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവുന്ന. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ജോലി എടുത്തിട്ട് പിന്നെ അതിന്റെ കൂലി എരന്ന് നടക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് വലിയ വലിയ കമ്പനികളിൽ സാലറി ആയിരിക്കാം, ഓരോ മനുഷ്യന്മാർ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർക്ക് കൂലിയായിരിക്കാം. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അഅ്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖുഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളുടെ വിയർപ്പ് വറ്റും മുമ്പ് അയാളുടെ കൂലി കൊടുക്കണമെന്നാണ്. ഓരോ ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ് ചില ആൾക്കാർ അധ്വാനിച്ച ക്യാഷ് പിടിച്ചു വെക്കാറുണ്ട് പലപ്പോഴും. അതൊന്നും ഒരിക്കലും ശരിയല്ലെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം. ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നമ്മൾ എന്ത് ചെയ്യണം? ഭയക്കണം. ഒരു മനുഷ്യൻ അയാളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അവരുടെ ചികിത്സ, ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശ് നമ്മൾ പല കാരണം പറഞ്ഞ് പിടിച്ചുവെക്കുകയോ നമ്മിലേക്ക് വരവെക്കുകയോ ചെയ്താൽ ആ വേദന സഹിക്കാൻ പറ്റാതെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അത് മതിയാകും നമ്മുടെ ജീവിതത്തിൽ ഇഹപരനാശത്തിന് കാരണമെന്നത് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ഞാൻ 3 ആളുകളുമായിട്ട് എതിരായിരിക്കും എന്നുള്ളതാണ്. ഒന്ന്, എന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസാണ്. അന്ത്യനാളിൽ അല്ലാഹു 3 ആളുകളോട് എതിരായിരിക്കും. ആരാണ്? എന്റെ പേരിൽ കരാർ ചെയ്ത ശേഷം അത് പാലിക്കാത്തവൻ. മനസ്സിലായില്ലേ? പടച്ചോനാണ് സത്യം, ഞാനത് കൃത്യമായിട്ട് നിർവഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒറ്റ മുങ്ങല. ഓനും അള്ളാഹും പരലോകത്ത് എതിരായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, സ്വതന്ത്രനെ വിറ്റ് പണം ഭക്ഷിക്കുന്നവൻ. അതുപോലെ തന്നെ മൂന്നാമത്തത്, ആളുകളെ കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിപ്പിച്ച ശേഷം അതിന്റെ പ്രതിഫലം നൽകാത്തവൻ എന്നതാണ്. നമുക്കറിയാലോ, ഗുഹയിൽ അകപ്പെട്ടു പോയ 3 പേരിൽ മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചതെന്താ? ഒരാൾ ജോലിക്ക് വന്ന് കൂലി വാങ്ങാതെ പോയപ്പോ ആ കൂലിക്ക് അയാൾ ഒരു ഒട്ടകത്തെ വാങ്ങി, ഒരു പെണ്ണൊട്ടകത്തെ വാങ്ങി. ആ പെണ്ണൊട്ടകം പ്രസവിച്ച് ധാരാളം കുട്ടികളായി, ഒരു താഴ്വാരം മുഴുവൻ ഒട്ടകങ്ങളായി. വർഷങ്ങൾക്കിപ്പുറം ഇയാൾ തന്റെ കൂലി ചോദിച്ചു വന്നപ്പോൾ അയാൾ പറയാണ്, ഈ താഴ്വാരം മുഴുവൻ നിങ്ങളുടേതാണ്, ഈ ഒട്ടകങ്ങൾ മുഴുവൻ നിങ്ങളുടേതാണ്, കാരണം ഇതിന്റെ മൂലധനം താങ്കളുടേതാണ്. അത് ആദ്യത്തെ ഒട്ടകത്തെ താങ്കളുടെ പണം ഉപയോഗിച്ചിട്ടാണ് വാങ്ങിയത്. ഫുൾ അയാൾക്ക് കൊടുക്കുകയാണ്. ഇതാണ് സുഹൃത്തുക്കൾ ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിച്ചാൽ അതിന് കൃത്യമായ കൂലി കൊടുക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധിക ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അധിക കൂലി അവർക്ക് കൊടുക്കാൻ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാന്യമായി അവരോട് പെരുമാറാനും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദിംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 കൊല്ലം ഞാൻ നബിക്ക് ഖിദ്മത്ത് ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഒരിക്കൽ പോലും ഒരു വെറുക്കുന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന്. അതായത് ഒരു തവണ നമ്മളെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ ചെയ്യാൻ വന്ന ആള് വീണ്ടും വിളിച്ചാൽ നമ്മിലേക്ക് വരാൻ പറ്റിയ കോലത്തിലായിരിക്കണം നമ്മുടെ പേഴ്സണാലിറ്റി. അത് വീണ്ടും വരാൻ വേണ്ടിയല്ല, മറിച്ച് അത് ഇസ്ലാം നമ്മളോട് പറയുന്നതാണ്. ഏറ്റവും മാന്യമായിട്ട് നമ്മുടെ ജോലിക്കാരാണെന്ന് കരുതിയിട്ട് അവരെ മോശമായിട്ട് കൈകാര്യം ചെയ്യാൻ ഒരിക്കലും പാടില്ല. അടിമ വിഷയമൊക്കെ വരുമ്പോ ഇസ്ലാമിനെ വിമർശിക്കാൻ പലരും രംഗത്ത് വരാറുണ്ട്. എന്നാൽ അടിമകളോട് എത്ര മനോഹരമായി പെരുമാറണമെന്ന ഇസ്ലാമിന്റെ അധ്യാപനം വായിച്ചാൽ ഒരുപക്ഷെ ആ വിമർശിക്കുന്നവൻ മുസ്ലിമാവും. അത്രയും മനോഹരമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകളോടും വളരെ മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളത് സഹോദരന്മാരെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറെ സൈക്കോളജിയും കുറെ പിന്നെ ഒരുപാട് അഡ്വൈസസ്, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേ നിൽക്കണോണ്ട് ഓരോരുത്തരും ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എങ്ങനെ പെരുമാറണം, ഞാനൊന്ന് ചിരിച്ചുപോയ പ്രശ്നമാണോ, ഞാൻ ഓരോ വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ ബോസ് എന്ന നിലയ്ക്ക് എനിക്ക് പോലെ എന്റെ ആ ഒരു ഡൊമിനൻസി നഷ്ടപ്പെട്ടു പോകുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ. ഇതൊരു മുസ്ലിമായ മതി. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയമുള്ളവരായിരുന്നു, കരുണയുള്ളവരായിരുന്നു, സ്നേഹമുള്ളവരായിരുന്നു. ഈവൻ ബന്ധികളോട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ മദീന പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ട് 4 നേരം പാലും നല്ല ഈത്തപ്പഴവും കൊടുത്ത് ബന്ധി തിരിച്ചു പോകുമ്പോ തടിച്ചു കൊഴുത്ത് സുന്ദരകുട്ടപ്പനായിട്ടാണ് പോണേ. അത്ര മാന്യമായി പെരുമാറിയ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആൾക്കാരോട് മാന്യമായി പെരുമാറിയാല്, ഒന്ന് പുഞ്ചിരിച്ചാല്, ഒന്ന് എന്റെ താഴെയുള്ള ജോലിക്കാരോടൊക്കെ ഒന്ന് അവരുടെ വിശേഷമൊക്കെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാല് എന്റെ പൊസിഷൻ അങ്ങ് താഴെ പോകുമെന്നൊന്നും നമ്മൾ ആരും പേടിക്കേണ്ടതില്ല. നമ്മളൊരു മുസ്ലിം ആവുക എന്നുള്ളതാണ്, സൽസ്വഭാവം നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആരോടും അങ്ങനെ തന്നെയാണ് എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക. ജോലിയും കൂലിയും മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെറും നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, പാരത്രികമായ ലക്ഷ്യം കൂടെ നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ പല വിശ്വാസികളും
വിശ്വാസികളും ഹജ്ജിന് പുറപ്പെട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കൊരു ഹജ്ജ് നിർവഹിക്കാൻ പറ്റണം. സുഹൃത്തുക്കളെ, എന്താണ് ഒരു ചെറിയ കുട്ടിയെപ്പോലെ തിരിച്ചു വരാൻ? എത്ര തെറ്റുകൾ ചെയ്തവരാണ് നമ്മൾ. നമ്മുടെ കണ്ണുകൊണ്ട് നാം ഇന്ന് പോലും നേരം പുലർന്ന് ഈ സമയത്തിനുള്ളിൽ എത്ര ഹറാമുകൾ കണ്ടു, കാതുകൾ കൊണ്ട് എത്ര ഹറാമുകൾ കേട്ടു. നമുക്ക് സ്വബോധം വന്ന അന്ന് മുതൽക്ക് ഈ നാളുവരേക്കും നമ്മൾ എത്ര വലുതും ചെറുതുമായ തെറ്റുകൾ സംഭവിച്ചു. നമുക്ക് അതെല്ലാം പടച്ചിറബ് കഴുകിക്കളഞ്ഞ് ലേബർ റൂമിൽ നിന്ന് നമ്മുടെ കയ്യിൽ വെച്ച് തന്ന ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് പറഞ്ഞ മഹനീയമായ കർമ്മമാണ് സുഹൃത്തുക്കളെ ഹജ്ജ്. അപ്പൊ എനിക്കൊരു ഹജ്ജ് ചെയ്യണം, എനിക്കൊരു ഉംറ ചെയ്യണം, എനിക്കും ഒരു വലിയ പള്ളിയൊന്നുമില്ലെങ്കിലും ഒരു പള്ളിന്റെ ഒരു കോർണറെങ്കിലും ഉണ്ടാക്കാൻ എനിക്കും പറ്റണം. അങ്ങനെ ദീനീയായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ കൂടെ സഹോദരന്മാരെ നമ്മൾ ഏറ്റെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പറ്റുന്ന ജോലി മാത്രം ഏൽക്കുക, അത് വിശ്വസ്തയോടുകൂടെ നിർവഹിക്കുക എന്നുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷത്തെ കരാറിൽ ഏർപ്പെട്ട് വൃത്തിയായിട്ട് അത് പൂർത്തിയാക്കിയ ചരിത്രം സൂറത്ത് ഖസസിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, ഖജനാവിന്റെ സൂക്ഷിപ്പ് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, ഇന്നി ഹഫീദുൻ അലീം, തീർച്ചയായിട്ടും ഞാൻ കൃത്യമായി സൂക്ഷിച്ച് അറിവോടത് നിർവഹിക്കുന്ന വ്യക്തിയാണ് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഭരണാധികാരിയോട് പറയുകയും ആ ചുമതല ഭംഗിയായി നിർവഹിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പറ്റുന്ന ജോലി മാത്രം നമ്മൾ ഏറ്റെടുക്കുക, അത് വിശ്വസ്തയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരിക്കലും വഞ്ചന നമ്മൾ കാണിക്കരുത്, തിരിച്ച് അങ്ങോട്ടും കാണിക്കരുത് ഇങ്ങോട്ടും കാണിക്കരുത്. ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനു അമാനാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകളിൽ വഞ്ചന കാണിക്കരുതെന്ന് പ്രത്യേകം പിന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോലി അത് നമ്മുടെ ശരീരത്തെ ഹാം ചെയ്യുന്ന കോലത്തിലാകരുത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോലത്തിലാകരുത്. നമുക്ക് അത്യാവശ്യം ഉറക്കം വേണം, വിശ്രമം വേണം. നമുക്ക് ഫുൾ ടൈം ടെൻഷനായി കഴിച്ചുകൂട്ടുന്ന സാഹചര്യമില്ലാതെ അല്പം റിലാക്സ്ഡ് ആവാൻ, നമ്മുടെ ഇബാദത്തുകൾ കൃത്യമായിട്ട് ചെയ്യാനൊക്കെ പറ്റിയ അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത്തരം ഖുതുബകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, എനിക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റാറില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല എന്നൊക്കെ. നമ്മൾ ഒരു കോമൺ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട കാര്യം, എനിക്ക് ദീനിയായിട്ട് ജീവിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടോ? എന്റെ സമ്പത്തിൽ പലിശയും മറ്റു കാര്യങ്ങളൊന്നും കടക്കരുതെന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്കുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവുകയും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ ഉറപ്പാണ് നന്മ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു നന്മയുടെ ഡോർ തുറന്നു കൊടുക്കും. തിന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് തിന്മന്റെ ഡോറും തുറന്നു കൊടുക്കും. അതാണ് ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. അവിടെ മനസ്സിൽ രോഗമുണ്ട്, അള്ളാഹ് ആ രോഗം കൂട്ടിക്കൊടുത്തു. തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത് തെറ്റിന്റെ ശിക്ഷയാണ്. നന്മ ചെയ്യുന്ന, നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നന്മക്കുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് പടച്ചോ നമുക്ക് തരുന്ന തൗഫീഖാണ്. അതുകൊണ്ട് നമുക്ക് ഇബാദത്തും മറ്റു കാര്യങ്ങളൊക്കെ ചിട്ടയായി ചെയ്യാൻ സാധിക്കണമെന്നൊരു ആഗ്രഹവും അതിനുവേണ്ടി ഒരു പരിശ്രമവും അതിനുവേണ്ടി ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതിന് പറ്റിയ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിത്തരും. പരിശ്രമമാണ്. പടച്ചോ നമ്മൾ ഇജ്തിഹാദ് നിർവഹിക്കുന്നുണ്ടോ എന്നാണ്. വജാഹിദു ഫില്ലാ, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ പരിശ്രമിക്കണം എന്നുള്ളതാണ്. അള്ളാന്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ ആരെങ്കിലും തയ്യാറാണോ? അള്ളാഹുവിന്റെ വഴിയിലൂടെ അള്ളാഹ് നമ്മളെ നടത്തുന്ന ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ നമുക്കൊരു ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു നിബന്ധന നമ്മുടെ മനസ്സിലുണ്ടാണ്. അതെന്താ? എന്റെ ഇബാദത്തുകളും എന്റെ ദീനിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വൃത്തിയായി നിർവഹിച്ചു പോകാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം, ഒരു ജോലിയായിരിക്കണം എനിക്കുണ്ടാകേണ്ടത് എന്നൊരു വാശി നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും നമ്മുടെ ആരാധനകളെയും മറ്റു കാര്യങ്ങളെയും ഒന്നും ബാധിക്കാത്ത കോലത്തിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ഒരുപാട് ഭാരങ്ങൾ മുതുകിലേറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, അവസാനം അവർ കുടുംബമില്ല, മക്കളുമില്ല, കാര്യമായിട്ട് വരുമാനം കിട്ടണില്ല, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപ കടം കയറി നടക്കുക. എന്നാൽ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഓൻ ഭയങ്കര ബിസിനസ്സുകാരനും ഓൻ ഭയങ്കര പവറും പത്രാസുള്ള ആളാണ്. എന്താ അതുകൊണ്ട് കാര്യം? നമ്മൾ മരിച്ച് ആളുകൾ പള്ളിയുടെ ഈ സൊഫിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വല്ല കടമുണ്ടെങ്കിൽ ഇന്ന ആൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും ശരി, അയാളത് വീട്ടാത്തിടത്തോളം കാലം നമ്മൾ ഖബറിൽ ചൂടിലാണ്, ബന്ധനസ്ഥനാണ്. ഒരുപക്ഷെ നമുക്ക് സമ്പാദ്യമുണ്ടായേക്കാം, അത് വിൽക്കല്ലേന്ന് ചർച്ച കുടുംബത്തിൽ വരുമ്പോ അതിപ്പോ വിൽക്കണോ? ഒരു കാറ് ഉണ്ട്, അത് വിൽക്കല്ലേ ചർച്ച ചെയ്ത് കാറിന് വിറ്റാതിന് പോകൂലേ? നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാറ്. 2 ദിവസം വേറെ മാർഗം നോക്കും. ആ 2 ദിവസം പിന്നെ ആഴ്ചകൾ തോറും അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? ആരും ഇതൊന്നും വീട്ടുന്ന ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് മരിക്കും മുമ്പ് നമ്മുടെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ വീട്ടി കൃത്യമായി ഏത് സമയത്തും നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആരാധനകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒന്നും പരിക്കില്ലാത്ത കോലത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ആശ്വാസത്തിന്
മുസ്ലിങ്ങൾ ഇപ്പോ സിനിമകളിൽ പോയിട്ട് ആമീൻ 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 എന്ന് പറഞ്ഞതിനെ വിമർശിച്ചപ്പോ ഒരു മുസ്ലിം നാമധാരി പറയാണ്, നമുക്ക് ഈ ജോലിന്റെയും കുടുംബത്തിന്റെ ഒക്കെ ഇടയിൽ ഒരു സമാധാനം കിട്ടാൻ അവിടെ പോയിട്ട് 2 മണിക്കൂർ ഇരിക്കുന്നേന്നുള്ളൂ, നിങ്ങൾ ഫോണിൽ കാണുന്ന പോലെ തന്നെയാണ് ബിഗ് സ്ക്രീനിൽ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുഹൃത്തുക്കൾ, ഒരു മുസ്ലിമിന് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു മുസ്ലിമിന് സമാധാനം കിട്ടാൻ ബാറിൽ പോകേണ്ട ആവശ്യമുണ്ടോ? സിനിമകളിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഹറാമായ കാര്യങ്ങൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ കയ്യിലുള്ള ഖുർആൻ എന്താണ്? അത് സമാധാനത്തിന്റെ ഗ്രന്ഥമാണ്. അത് നമുക്ക് പഠിപ്പിച്ചിരുന്ന വിശ്വാസം എന്താണ്? ചൂടിലും തണുപ്പിലും ആശ്വാസം നൽകുന്ന വിശ്വാസമാണ്. എന്തവസ്ഥയിലും ആശ്വാസം നൽകുന്ന വിശ്വാസമാണ്. ഇന്നലെ എനിക്കൊരു പരിപാടിക്ക് ഞാൻ പോയി ഹംദും സലാത്തും ചൊല്ലിയപ്പോൾ മഴ പെയ്തു. വലിയ 1000 ചെലവാക്കിയിട്ട് ഒരുക്കി വെച്ച സെറ്റപ്പാണ്. പക്ഷെ അവിടെ നമുക്കെന്താണ്? നമുക്കവിടെ അന്ധവിശ്വാസമല്ല. മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് കുരുത്തക്കേടാണ്, അതാണ് ഇതാണെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അൽഹംദുലില്ലാഹ്. ഒരു മുഅ്മിന് വേറെ സമാധാനത്തിനോടുക്കും പോകേണ്ട ആവശ്യമില്ല. എന്താണ്? നമ്മുടെ ഈമാൻ അങ്ങനെയാണ്. നിസ്കാരം സമാധാനത്തിനുള്ളതാ, ഖുർആനോത്ത് സമാധാനത്തിലുള്ള. ഇതൊന്നും കിട്ടാത്ത എന്താ നിങ്ങൾ? ഹറാമായ കുറെ വഴികളിലൂടെ ആസ്വാദനം കണ്ടെത്തുന്ന ആൾക്ക് ഹലാലിലൂടെ ആസ്വാദനം കിട്ടൂല, ഇബാദത്തിലൂടെ ആസ്വാദനം കിട്ടൂല. അതുകൊണ്ട് ദീനിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. നാം ഭയക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അല്ലാഹു തടുക്കുമാറാവട്ടെ. ഈ രാജ്യത്ത് അല്ലാഹു സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ലോകത്തുടനീളം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. മനുഷ്യന്മാരെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കി അതിലൂടെ സാമ്പത്തിക വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികൾക്കും അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ഇരുന്നിരുന്ന പലരും ഖബറിലാണ്. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നല്ലവരായി ജീവിക്കാനും നല്ലവരായിരിക്കെ പടച്ചറബിന് ഇഷ്ടപ്പെട്ട സ്വർഗ്ഗക്കാരനായിരിക്കെ മരിക്കുവാനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.